ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരി ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരി സ്നേഹം ഒരു പന്തളം മഹാദേവൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പന്തളം സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആവണിയും അശ്വതിയും. ഇന്ന് അല്പസമയം നമ്മൾ അവരോടൊപ്പം അവരുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും അവരുടെ കുറച്ച് ഗാനങ്ങളുമായി നമ്മൾ ഒത്തുകൂടുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന പന്തളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നമ്മൾ രണ്ട് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനായിട്ട് എത്തിയിരിക്കുകയാണ്. പന്തളം സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആവണിയും അശ്വതിയും. ഇവരെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. ഇതിലാരാണ് ആവണി? ഞാനാണ് ആവണി. ആവണി. അപ്പോൾ അത് അശ്വതി. അപ്പോൾ രണ്ട് പേരും എത്ര വർഷമായിട്ട് ഈ സംഗീത മേഖലയിൽ നിൽക്കുന്നുണ്ട്? ഞങ്ങളിപ്പം കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്? ഞാൻ 6th പഠിക്കുമ്പോൾ ആണ് ആദ്യമായി പഠിക്കുന്നത്, സംഗീതം പഠിക്കുന്നത്. അതിൻ്റെ ആധികാരികമായി പഠിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് അനിയത്തിയും കൂടെ ചേർന്നു. ആദ്യ ഗുരുവാരെന്ന ഓർമ്മയുണ്ടോ? ഉണ്ട്, പന്തളം പ്രദീപ് സാറിന്റെ ശിഷ്യകളാണ് രണ്ടുപേരും. ഇപ്പം ആവണി അശ്വതി അല്ലേ? അശ്വതി ഇപ്പം ഋതംപാടും ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം PG കഴിഞ്ഞു. PG കഴിഞ്ഞിട്ട് ഇപ്പം SIPയുടെ ഒരു കോഴ്സ് ചെയ്യണം എറണാകുളത്ത്. ഇദ്ദേഹമോ മൂത്താളോ? ഞാനും MSc കഴിഞ്ഞിട്ട് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യാണ് എറണാകുളം. അപ്പോൾ ഈ മേഖലയിലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്? അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയും സപ്പോർട്ടാണ്, പക്ഷേ കൂടുതലും അച്ഛന് തബല നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അച്ഛനാണ് കൂടുതലും ചെയ്യാനും. അദ്ദേഹം ഒരു കലാകാരൻ തന്നെയാണ്. അതെ, അച്ഛൻ തബലിസ്റ്റ് ആണ്. അച്ഛൻ തബലിസ്റ്റ്, മകള് അസാധ്യ ഗായകൻ. ഒരു വേദി അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ ഒരു കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായ കാര്യം. പിന്നെ ഈ അടുത്തിടെയായിട്ടാണ് നമ്മുടെ അശ്വതി ഡ്രംസും തബലയൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ അവള് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊരു മ്യൂസിക് അക്കാദമി ഇവിടെ ജംഗ്ഷനിൽ ഉണ്ടെന്ന് അറിഞ്ഞു. അതെ, 10 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. 10 വർഷം മുമ്പേ തുടങ്ങിയതാണ്. അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഡ്രംസും എല്ലാം അവിടിപ്പം ക്ലാസ് എടുത്തു. നേരത്തെ സാറുമാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഓരോ സാറുമാരെ ഇതുമായിരുന്നു. ഇപ്പം തബലയും ഡ്രംസും പാട്ടും എടുക്കുന്നത് ഞാൻ തന്നെ. അപ്പോൾ എത്രത്തോളം വേദികളിൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടാവുന്നത്? നമ്മളിപ്പം ചെറുതും വലുതുമായിട്ട് കൊച്ചിലെ തൊട്ടേ ചെയ്തു വരികയാണ് പ്രോഗ്രാം. ഇപ്പം ഏകദേശം ഒരു 100-ലധികം വേദികൾ ചെയ്തിട്ടുണ്ട്. ചാനൽ ഷോകളിലും വന്നിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെയുള്ള പ്രാദേശികവാസികളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വളരെ നല്ല സപ്പോർട്ടാണ്. അടുത്ത അമ്പലത്തിലും അവിടേക്ക് നമുക്ക് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം, ചാനൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിരവധി പ്രോഗ്രാം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അതെ, ഒരുപാട്. രണ്ടുപേരും ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടും ഒരുപോലെ പ്രോഗ്രാം ഉള്ളപ്പോൾ നമ്മള് ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിന് വരും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോകും, അങ്ങനെയൊക്കെ. അപ്പം സ്കൂൾ തലം കഴിഞ്ഞിട്ടുള്ള തുടർ വിദ്യാഭ്യാസ മേഖല എവിടെയൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ? ഞാൻ ഡിഗ്രി ചെയ്തത് നമ്മുടെ IHRD കോളേജ്, പേരിശ്ശേരി IHRD കോളേജിലായിരുന്നു ചെയ്തത്. പിന്നെ MSc ചെയ്തത് മാവേലിക്കര IHRD കോളേജിലായിരുന്നു. അവിടെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, ഫ്രണ്ട്സും ടീച്ചേഴ്സും. അതെ, തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലുമൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിലും കലയും കലാകാരന്മാരെയും വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേരളത്തിലുള്ള ജനങ്ങൾ. അതെ. ഞാൻ ഡിഗ്രി ചെയ്തത് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു, ചെങ്ങന്നൂർ. അവിടെ ആണെങ്കിലും ബാൻഡിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം അതിനെല്ലാം പോയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ PGക്ക് പഠിച്ചപ്പോഴും മാവേലിക്കര IHRD കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ സാറന്മാരൊക്കെ ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് മൊമെൻറ്റോയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ പോയി ഡ്രംസിന് തബലയ്ക്കൊക്കെ 1st, 2nd ഒക്കെ വാങ്ങിച്ച എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ. അപ്പം അശ്വതിക്ക് സംഗീതമാണോ ഇപ്പം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടം, അതോ ഡ്രംസിൻ്റെ വായനയാണോ?
രണ്ടും ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഡ്രമ്മിങ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ തബലയും വായിക്കുന്നുണ്ടല്ലേ? അതെ, തബലയും വായിക്കുന്നത്. അപ്പോൾ ഈ തബലയാണോ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അതോ ഡ്രംസ് ആണോ എന്ന് ചോദിച്ചാൽ അശ്വതി എന്ന് പറയും? അത് ഡ്രമ്മെന്ന് പറയും. ഡ്രമ്മിനോടുള്ള കമ്പം അത്രത്തോളം ഉണ്ട്. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാരും കൂടി ശ്രദ്ധിക്കുന്ന ഡ്രം പ്ലേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇപ്പോൾ രണ്ട് പേർക്കും കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീതം നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കുന്നതിൽ വിരോധമുണ്ടോ? ഇല്ലല്ലോ. സന്തോഷം. അതെ. അപ്പൊ ഇനിയും പരിചയപ്പെടാൻ രണ്ടുപേരോടുണ്ട്. ആവണിയുടെ അച്ഛനെയും അമ്മയും നമുക്കൊന്ന് പരിചയപ്പെടണം. അതൊരു കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ അതുവരെ നിങ്ങളുടെ ഒരു ചെറിയൊരു പാട്ട്. ഓക്കെ. കണ്ണോട് കാൺപതെല്ലാം തലവാ കண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. கண்ணோடு மணியானாய் எதனாய் என்னை விட்டு பிரிவதில்லை, நீ கண்ணை விட்டு பிரிவதில்லை. എന്തായിരുന്നു പേര്? എൻ്റെ പേര് അജികുമാർ. ആവണി എന്നറിയപ്പെടും, മോടെ പേരിൽ അറിയപ്പെടുന്നത്. അത് അക്കാഡമി, മ്യൂസിക് അക്കാഡമി. പിന്നെ വണ്ടിയുടെ പേരും ഈ ഡ്രൈവറാണല്ലോ, ടാക്സി ഓടിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ പേരുകളെല്ലാം ആവണി എന്നാ, പിന്നെ വീട്ടുപേര് ആവണി എന്നാ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ അജി ആവണി എന്നാ ഇപ്പം അറിയപ്പെടും. ഇനിയിപ്പോൾ അതും മാറുന്ന ലക്ഷണമാണ്. കാരണം ഇനിയിപ്പം പന്തളം സിസ്റ്റേഴ്സിൻ്റെ അച്ഛനെ അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടാനാ ഇഷ്ടം. അപ്പം ഈ കലയ്ക്ക്, അതായത് മക്കൾ കൊണ്ടു നടക്കുന്ന ഈ കലാപരമായിട്ടുള്ള കഴിവിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാൾ അച്ഛനാണെന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പം ഇനിയും ഈ രണ്ട് കുട്ടികൾ, അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു വേദി, ഇനിയും ഏതൊരു വേദിയിലാണ് ഇനി ഇവർക്കൊരു കച്ചേരി അവതരിപ്പിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള മനസ്സിൽ? അങ്ങനെ ഇപ്പം എവിടെയും നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ഇന്ന സ്ഥലമൊന്നുമില്ല. അല്ല, ചിലർക്കുണ്ടല്ലോ ഗുരുവായൂർ, ചെമ്പ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. അതിന് നിമിത്തമായിട്ട് ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിന് സമയമാകുമ്പോൾ അതങ്ങ് നടക്കും എന്നുള്ളതല്ലാതെ നമ്മൾ ആഗ്രഹമുണ്ട്, ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അത് അതിന് സമയമാകുമ്പോൾ നടക്കുമായിരിക്കും. അപ്പോൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പം തന്നെ ഇങ്ങനെ രണ്ട് മക്കളുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം അച്ഛൻ മക്കളുടെ പേരിൽ കൂടെ അറിയപ്പെടുന്നു. അപ്പോൾ അതിന് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. വലിയ സന്തോഷം. അപ്പം ചേട്ടനും തബലയിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത്യാവശ്യം. അപ്പോൾ നമുക്കേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടനൊരു തബല ഒന്ന് വായിച്ചിട്ട് ഇവരുടെ ഒരു ചെറിയ ഗാനം കൂടെ അയക്കെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ചേട്ടാ. ഓക്കെ. ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി, ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി, ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി, ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരി, ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരി, ഹരിസുന്ദര
അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ സംഗീതമൊക്കെ ആസ്വദിച്ച് നമ്മുടെ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. സന്തോഷം. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോട് കൂടി തന്നെ അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങുകയാണ്. സന്തോഷം. സന്തോഷം.